2026 ഫെബ്രുവരി മാസത്തിൽ നിങ്ങളെ കാത്തിരിക്കുന്ന പ്രധാനപ്പെട്ട PSC പരീക്ഷകൾ ഏതൊക്കെയാണെന്ന് അറിയാമോ? പറഞ്ഞു തരാം. എല്ലാവർക്കും നമസ്കാരം. എൻട്രിയിലേക്ക് സ്വാഗതം. 2026 ഫെബ്രുവരി മാസത്തെ എക്സാം കലണ്ടർ PSC കഴിഞ്ഞ ദിവസം പബ്ലിഷ് ചെയ്യുകയുണ്ടായി. അപ്പോൾ അതിൽ ഏതൊക്കെ പരീക്ഷകൾക്ക് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ എക്സാംസ് ആണ് നമുക്ക് എഴുതേണ്ടി വരിക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ നമ്മുടെ ഒരു ജനറൽ PSC ആസ്പിറൻസിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് പ്രധാനപ്പെട്ട പരീക്ഷകളാണ് 2026 ഫെബ്രുവരി മാസം വരാൻ പോകുന്നത്. ഇപ്പോൾ ജനുവരി 20-ാം തീയതി അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ഫീമെയിൽ പരീക്ഷ ഉണ്ടെന്ന് ഓൾറെഡി നമുക്കറിയാം. ഫെബ്രുവരിയിലും ഫോഴ്സ് ലെവൽ പരീക്ഷകളാണ് വരാനായിട്ട് പോകുന്നത്. അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് വിമൻ സിവിൽ എക്സൈസ് ഓഫീസർ ആണ്, WCEO. അതായത് കഴിഞ്ഞ കുറെ കാലങ്ങൾക്ക് മുമ്പ് വന്നൊരു നോട്ടിഫിക്കേഷൻ ആണ്. അതായത് 2023 വന്നൊരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു ഇത്. അപ്പൊ ഇത്രയും കാലമായിട്ട് ആ പരീക്ഷയുടെ ഒരറിവും ഇല്ലാതെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. കാറ്റഗറി നമ്പർ നോക്കുകയാണെങ്കിൽ 502/2023 ആണ്. നിങ്ങളിൽ പലരും അപേക്ഷിച്ചിട്ട് മറന്നേ പോയിട്ടുള്ള ഒരു സംഭവമായിരിക്കും. ഇപ്പൊ പ്രൊഫൈലിൽ നിങ്ങൾക്ക് കൺഫർമേഷൻ മെസ്സേജ് വന്നപ്പോഴായിരിക്കും ഇത് ഏത് എക്സാം എന്ന് പോലും ചിന്തിക്കുന്നുണ്ടാവുക. കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ട്. സോ വിമൻ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ പരീക്ഷ എന്ന് പറയുന്നത് ഫെബ്രുവരി 7-ാം തീയതിയാണ് കേട്ടോ നടക്കാൻ പോകുന്നത്. ഫെബ്രുവരി ആദ്യത്തെ ആഴ്ചയിൽ തന്നെയുണ്ട്. ഫെബ്രുവരി 7 ശനിയാഴ്ചയാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. സോ കൺഫർമേഷന്റെ ഡേറ്റ് വന്നിട്ടുണ്ട്. നവംബർ 23 മുതൽ ഡിസംബർ 12 വരെയാണ് കൺഫർമേഷൻ നൽകാനുള്ള തീയതി. സോ കുറെ കാലം മുന്നേ അപ്ലൈ ചെയ്തതാണെന്ന് കരുതിയിട്ട് ആരും മറന്നൊന്നും പോകരുത്. നിങ്ങൾക്ക് രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്കും നിങ്ങളുടെ മെയിലിലേക്കും ഒക്കെ PSCയുടെ അറിയിപ്പ് വന്നിട്ടുണ്ടാകും. പ്രൊഫൈൽ കയറി നോക്കുക, പ്രൊഫൈലിൽ കൺഫർമേഷൻ വന്നിട്ടുണ്ടാകും. കൺഫർമേഷന്റെ സമയത്ത് എക്സാം സെന്റർ ആയിട്ട് കിട്ടേണ്ട ജില്ല നിങ്ങളുടെ ജില്ല തന്നെയായിരിക്കും. ഇപ്പം നമ്മൾ അപേക്ഷിച്ചിട്ടുള്ളത് മറ്റൊരു ജില്ലയിലേക്കാണെങ്കിലും സ്വന്തം ജില്ല നമുക്ക് പരീക്ഷാ കേന്ദ്രമാക്കി വെക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതൊക്കെ നോക്കി തന്നെ കൺഫർമേഷൻ കൊടുക്കുക. ഡിസംബർ 12 ആണ് അവസാന തീയതി കൺഫർമേഷന്റെ. സോ മറന്നു പോകാതെ നോക്കുക. ജനുവരി അവസാനത്തെ ആഴ്ചയിൽ തന്നെ നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് ഒക്കെ നിങ്ങളുടെ ആ ഒരു പ്രൊഫൈലിൽ ലഭ്യമാകും. എക്സാം ഡേറ്റ് മറക്കണ്ട. 2026 ഫെബ്രുവരി 7-ാം തീയതിയാണ്, ശനിയാഴ്ചയാണ് കേട്ടോ വിമൻ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ ആ ഒരു പരീക്ഷ. സിലബസിലൊന്നും കാര്യമായിട്ടുള്ള യാതൊരു മാറ്റവും ഇല്ല, പഴയ പോലെ തന്നെയാണ്. 80 മാർക്കിന്റെ GKയും കറണ്ട് അഫെയറും ഇംഗ്ലീഷും മലയാളവും മാത്സും എല്ലാം കൂടി വരുന്ന ഭാഗവും 20 മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക്കും തന്നെയാണ് വരുന്നത്. ഒരു മാറ്റവും ഇല്ല. ഉഷാറായിട്ട് പഠിക്കുക. ഇപ്പോൾ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ പുതിയ നോട്ടിഫിക്കേഷൻ നമ്മൾ ഡിസംബറിൽ പ്രതീക്ഷിച്ചിരിക്കുകയാണെന്ന് കൂടി മനസ്സിലാക്കുക. ഇനി രണ്ടാമത്തതും ഒരു ഫോഴ്സ് ലെവൽ പരീക്ഷയാണ്. സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ പോസ്റ്റിലേക്ക്, രണ്ടും എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് തന്നെയാണ്. സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ പോസ്റ്റ് നിങ്ങൾക്കറിയാലോ, ഇപ്പൊ ഹെവി ലൈസൻസ് ഒക്കെ ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു എക്സാം ആണ്. അപ്പൊ ഡ്രൈവർ പോസ്റ്റിലേക്കുള്ള ഒരു നോട്ടിഫിക്കേഷൻ ഈ വർഷം ആദ്യങ്ങളിൽ തന്നെ വന്നിരുന്നു. കാറ്റഗറി നമ്പർ 386/2025 ആയിരുന്നു. അപ്പൊ അതിന്റെ എക്സാം ഡേറ്റും ഫെബ്രുവരിയിൽ തന്നെയാണ്. ഫെബ്രുവരി 25-ാം തീയതിയാണ്, ബുധനാഴ്ചയാണ്. സോ അത് ഓർത്ത് വെക്കുക. ഒരു വർക്കിംഗ് ഡേയിൽ ഡ്രൈവർ പോസ്റ്റിലേക്കുള്ള എക്സാം നടക്കാൻ പോകുന്നത്. കാര്യം എന്താണെന്ന് അറിയാലോ നിങ്ങൾക്ക്. ഇപ്പോൾ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് കുറവുള്ള പരീക്ഷകളാണെങ്കിൽ വർക്കിംഗ് ഡേയ്സിലാണ് സാധാരണ PSC നടത്താറുള്ളത്. അപ്പോൾ രാവിലെ 7 മണിക്കാണ് ഇപ്പോഴത്തെ പരീക്ഷകൾ എന്നുള്ളതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചോളുക. മുൻപത്തെ പോലെ 7:15-നൊന്നുമല്ല, 7 മണിക്ക് പരീക്ഷ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നേരത്തെ തന്നെ എക്സാം സെന്ററിൽ എത്തണം എന്നുള്ളതൊക്കെ മൈൻഡിൽ ഉണ്ടാവുക. ഫെബ്രുവരി 25-ാം തീയതി ബുധനാഴ്ചയാണ്. അതിനും കൺഫർമേഷൻ നൽകാനുള്ള തീയതി ഡിസംബർ 12 വരെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. സോ ഇപ്പോഴേ നിങ്ങൾക്ക് ആ ഒരു അറിയിപ്പ് വന്നിട്ടുണ്ടാകും. മറക്കാതെ പെട്ടെന്ന് തന്നെ കൊടുക്കുക. ഡ്രൈവറിന്റെയും സിലബസ് ഒക്കെ വന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ അപേക്ഷകരുള്ളത് തിരുവനന്തപുരം ജില്ലയിലാണ്. ഏകദേശം 2700-ഓളം അപേക്ഷകരാണ് തിരുവനന്തപുരം ജില്ലയിലെ ഡ്രൈവറിന്റെ പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റും അതുപോലെ തന്നെ ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെന്റും ഒക്കെ ഈ കൂട്ടത്തിൽ തന്നെ നടക്കുന്നുണ്ട്. ഈ പരീക്ഷയുടെ കൂട്ടത്തിൽ തന്നെ നടക്കുകയാണ്, ഒന്നിച്ചാണ് എന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ നമ്മൾ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റിലേക്ക് വേണ്ടിയിട്ടായിരിക്കുമല്ലോ ഭൂരിഭാഗം പേരും അപേക്ഷിച്ചിട്ടുണ്ടാവുക. സോ നിങ്ങൾ അതിനുവേണ്ടി തന്നെ പഠിച്ചു തുടങ്ങുക. സിലബസിൽ പ്രത്യേകിച്ച് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. 50 മാർക്കിന്റെ പോർഷൻ എന്ന് പറയുന്നത് നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്കുകളും 50 മാർക്കിന് നമ്മുടെ GKയും കറണ്ട് അഫെയറും ബാക്കിയുള്ള ഭാഗങ്ങളും ഒക്കെയാണ് വരുന്നത്. അപ്പോൾ അതിൽ നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക് 50 മാർക്ക് എന്ന് പറയുമ്പോൾ 30 മാർക്കിന് നമുക്ക് വരുന്നത് ഡ്രൈവിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും 20 മാർക്കിന് നിങ്ങളുടെ ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണോ പോകുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട്. ഇതിപ്പോൾ എക്സൈസ് ഡ്രൈവറിനെയാണ് വിളിച്ചിരിക്കുന്നത്. സോ നമ്മളൊരു സിവിൽ എക്സൈസ് ഓഫീസറിന്റെ സിലബസിൽ കാണുന്ന 20 മാർക്കിന്റെ ആ ഒരു സ്പെഷ്യൽ ടോപ്പിക് നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഇപ്പോൾ മദ്യം, അതിന്റെ നിർമ്മാണം, അബ്കാരി ആക്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ പഠിക്കാനുള്ളത് 30 മാർക്കിന് ഡ്രൈവിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആക്റ്റുകളും റെഗുലേഷൻസും സാധനങ്ങളും ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവുക. സോ അതും മനസ്സിലാക്കുക. 50 മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക് അത് വൃത്തിയായിട്ട് പഠിച്ചാൽ ഈസിലി സ്കോർ ചെയ്ത് ജോലിയിൽ കയറാൻ പറ്റും എന്ന് മനസ്സിലാക്കുക. സോ ഈ രണ്ട് പരീക്ഷകളാണ് നമുക്ക് ഒരു ജനറൽ PSC ആസ്പിറന്റിനെ സംബന്ധിച്ചിടത്തോളം 2026 ഫെബ്രുവരിയിൽ വരാൻ പോകുന്നത്. ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഡിസംബർ മാസത്തിൽ വീണ്ടും നമുക്കിനി ഫോഴ്സ് ലെവൽ പരീക്ഷകളൊക്കെ വരും. ഇനി മാർച്ചിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കിയിരിക്കുന്നത് മാർച്ചിലെ കലണ്ടറാണ്.
ഏറ്റവും പ്രധാനപ്പെട്ട പല എക്സാംസും മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതിനെ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട്. നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഡിസംബർ 8 മുതലുള്ള കുറച്ച് പരീക്ഷകൾ PSC മാറ്റി വെച്ചിരുന്നു. അതും ഫെബ്രുവരി മാസത്തിന്റെ ആദ്യത്തെ ആഴ്ചകളിൽ തന്നെയാണ് നടത്തുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ നമ്മുടെ ജനറൽ പരീക്ഷകളൊന്നും വരുന്നില്ല. ഡ്രാഫ്റ്റ്മാൻ പോലെ, അസിസ്റ്റന്റ് എഞ്ചിനീയർ പോലെയുള്ള എഞ്ചിനീയറിംഗ് മേഖലയിലേക്കുള്ള ടെക്നിക്കൽ എക്സാംസ് ഒക്കെയാണ് ആ സമയത്ത് വരുന്നത്. സോ നമുക്കിനിയിപ്പോൾ ഡിസംബറിൽ വരാനിരിക്കുന്ന പരീക്ഷകൾ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഡിസംബർ 20 നടക്കുന്നു, വിമൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡിസംബർ 6 നടക്കുന്നു, അതുപോലെ തന്നെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ഫീമെയിൽ പരീക്ഷ ജനുവരി 20 നടക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഫെബ്രുവരിയിൽ 2 പരീക്ഷകൾ നമ്മളെ കാത്തിരിപ്പുണ്ട്. സോ ഉഷാറായിട്ട് പഠിക്കുക. പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാം. ഉത്തരം തരാനായിട്ട് ഞാനുണ്ടാകും. ഏതൊക്കെ ടോപ്പിക്കുകളാണ് പഠിക്കേണ്ടത്, ഫോക്കസ് ഏരിയാസ് ഏതൊക്കെയാണ്, ബ്ലൂ പ്രിന്റ് വേണമെങ്കിൽ അങ്ങനെ, ഇതൊക്കെ നിങ്ങളുടെ ആവശ്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. എല്ലാത്തിനും കമന്റുകളൊക്കെ നോക്കിയിട്ട് നമ്മൾ നിങ്ങളുടെ സംശയങ്ങളൊക്കെ റെക്ടിഫൈ ചെയ്ത് തരുന്നതായിരിക്കും. സോ വീണ്ടും ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു.